പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം ഒരു വാക്യം നമുക്ക് ഒരുമിച്ച് ധ്യാനത്തിനായിട്ട് വായിക്കാം. പത്രോസിൻ്റെ 1 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രവാസികളും ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. കീപ് യുവർ കോണ്ടക്ട് among the Gentiles honorable, so that when they speak against you as evildoers, they may see your good deeds and glorify God on the day of visitation. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാനോ ആശയോടേശുവേ ഓ ജീവബലിയായി നൽകുന്നേ, ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ഓ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. ഓ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നല്ലോ. അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. ഈ സങ്കീർണ കാലഘട്ടത്തിൽ അങ്ങയുടെ മനസ്സറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനത്തിലെ അത്ഭുതങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ വിളിച്ചതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വീകരിക്കപ്പെടുന്ന ജീവബലിയായി അടിയങ്ങളുടെ ജീവിതം മാറേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പാർക്കുന്ന ദൈവസഭാംഗങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്. ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് സ്വന്തം നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിസ്രൈമിലുള്ള അവരുടെ 400 കൊല്ലത്തെ അതിലധികമുള്ള ജീവിതമാണ്. 430ഓളം വർഷങ്ങളുടെ അവരുടെ ജീവിതം. ഗണിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രവാസമാണ് 70 വർഷത്തെ ഇസ്രായേലിന്റെ ബാബിലോണിലെ വാസം. പിന്നെ അങ്ങോട്ട് ചെറുതും വലുതുമായ കാനൂനികമായി അടയാളപ്പെടുത്തപ്പെടാത്ത എത്രയെത്ര പ്രവാസങ്ങൾ, യാത്രകൾ. ഈ ലേഖനം എഴുതുമ്പോഴും അതിൻ്റെ വായനക്കാർ അങ്ങനെ പ്രവാസത്തിൽ ചെതറിപ്പോയ ആളുകളാണ്. ഈ ചെതറിപ്പോക്ക് നമുക്കറിയാം ഈ AD 30കളിൽ ഒരു ചെതറിപ്പോക്കലുണ്ടായി. അതിനുശേഷം വീണ്ടും സ്തെഫാനോസിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭാ അംഗങ്ങൾ ചെതറിപ്പോകുകയുണ്ടായി. അപ്പം ഇങ്ങനെ ചെതറിപ്പോയ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾ, നാട് ഒക്കെ നഷ്ടപ്പെട്ടുള്ള ജീവിതം,
അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന കുറേ അധികം പ്രതികൂലങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പരദേശികളാണ്, പ്രവാസികളാണെന്നൊക്കെ പറയുമ്പോൾ അതല്പം ആലങ്കാരികമോ ആത്മീകമോ ആയിട്ടുള്ളതാണ് അല്ലേ? എന്നാൽ അന്ന് അങ്ങനെയല്ല. അക്ഷരികമായിട്ടുള്ള നാടും വീടും ഒക്കെയുള്ള വിട്ടുള്ള യാത്രകളാണ്. എക്സ്പാർട്ടീസ്, ബീങ് ഇൻ എക്സൈൽസ്. വിദേശ രാജ്യങ്ങളൊക്കെ പോയി പാർക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നേരിടുന്നുണ്ട്. നമുക്കറിയാം, നിറത്തിൻ്റെ പേരിലൊക്കെ ആളുകൾ അല്ലേ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. കുടിയേറുമ്പോൾ നമ്മൾ അവരുടെ ഭാഷ പഠിച്ചാലും അവരുടെ ജീവിതശൈലികൾ അനുകരിച്ചാലും അവർ നമ്മളെ അങ്ങനെ ചേർത്ത് നിർത്താറില്ല. എപ്പോഴും ഒരു കണ്ണുണ്ട്, ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ട്, ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ട് അവർക്ക്. നമുക്ക് അവരെ ആശ്രയിക്കുക, നമ്മളെ അങ്ങനെ നമ്പുകയില്ല, ആശ്രയിക്കുകയില്ല. പൊതുവെ ഇങ്ങനെ നാട് വിട്ട് മാറി താമസിക്കുന്നിടത്ത് ആളുകൾക്കൊരു സംശയം ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചുണ്ട്. കാരണം ഇവരുടെ കൂറിനെയാണ് സംശയിക്കുന്നത്. ദെയർ ലോയലിറ്റി ഈസ് ബീങ് ഓൾവേസ് ബീങ് അണ്ടർ ക്വസ്റ്റ്യൻ. ഒരു സംശയമാണ് ഇവർക്ക് നമ്മളോട് ഇവിടെ വന്ന് പാർക്കുന്നു, എന്നാലും നമ്മളോട് കൂറുണ്ടോ എന്ന കാര്യത്തിലൊക്കെയുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാഹ്യ സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ സാധാരണ ഉണ്ടാവാറുള്ളത്, പുറത്ത് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അകത്ത ആളുകൾ തമ്മിലുള്ള അടുപ്പം എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ്. പുറമേ ഉള്ള സമ്മർദ്ദം കൂടുമ്പോൾ അടുത്തിടപഴകുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യും? വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ചില നാളുകളായിരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണത്. അവിടെയുള്ള മലയാളികളുടെ സഭകളിൽ വലിയ അടുപ്പമാണ് ആളുകൾ തമ്മിൽ, ഭയങ്കര ബന്ധങ്ങളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭവനമെന്ന് പറയുന്നത് എന്താണ്? ചർച്ചയാണ്. അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കാരോ ഒക്കെ ദൂരെയാണ്. അടുത്തുള്ള ആളുകൾ തമ്മിൽ അങ്ങ് വളരെ ഇഴയെടുപ്പമുള്ള ബന്ധം അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലൂസിന്റെ അല്ലെങ്കിൽ പത്രോസിന്റെ ഒക്കെ ലേഖനങ്ങൾ വരുമ്പോൾ പ്രവാസികളായി ചിതറപ്പെട്ടിട്ടുള്ള ആളുകൾ ദൈവമക്കൾ തമ്മിലുള്ള പരസ്പരമായ ബന്ധത്തിൽ അങ്ങനെ ഇഴുകിച്ചേർന്ന് തനിച്ചു പാർക്കുന്ന ഒരു ശൈലിയല്ല ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും, വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ജാതികൾ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞേ, ദുഷിക്കുകയാണ്. ദുഷ്പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞ് ദുഷിക്കും തോറും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു അംഗീകാരമില്ല, സ്വീകാര്യതയില്ല. ഇവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. ഇവർക്ക് അത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നില്ല. ഇവരെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഇവർ വഴി തടയുന്നവരാണെന്നോ സമരം ചെയ്യുന്നവരാണെന്നോ അധികാരങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യുന്നവരാണെന്നോ ഒന്നും വരുന്നില്ല. നമുക്കറിയാം, ഈ ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ചക്രവർത്തിക്കും അധികാരസ്ഥന്മാർക്കും ഒക്കെ എന്ത് ചെയ്യണം? വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്. ക്രിസ്തീയ ജീവിത ശൈലി, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരാമീൻ പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ വിനയത്തോടെ ഗൗരവത്തോടെ ഞാൻ പറയാം, കാലം എത്ര മാറിയാലും മാറ്റമില്ലാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനം. 2, കാലങ്ങൾ എത്ര മാറിയാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു ജീവിതമാണ് ക്രിസ്തുവേശുവിൻ്റെ ജീവിതം. ആ ശൈലി അനുകരിപ്പാൻ ദൈവം നമ്മെ വിളിച്ചതോർത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് ജീവിത കാലഘട്ടങ്ങളിലും Christ should be interpreted in our life, in the given situation, in given context. ജീവിത പശ്ചാത്തലത്തിൽ ക്രിസ്തു വ്യാഖ്യാനിക്കപ്പെടണം. ഹലോ, നിങ്ങളെന്നോട് നോക്കിക്കേ. ഇന്നലെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചു. അമ്മച്ചി എന്നെ വിളിക്കാനുള്ള കാര്യം ഒരു സങ്കടകരമായ ഒരു പശ്ചാത്തലത്തിൽ ഇടപെടാനായിട്ടാണ് വിളിക്കുന്നത്. എനിക്കതല്ല അധികം ഇടപെടാൻ പറ്റാത്ത ഒരു കാര്യവും കൂടാണ് അമ്മച്ചി ആവശ്യപ്പെടുന്നത്. 10-70 വയസ്സിലധികം പ്രായമുള്ളൊരു അമ്മച്ചിയെ പറഞ്ഞു, മോനെ അല്പനേരം ഒന്ന് വർത്താനം പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി നമ്മളെ മോനെ എന്ന് വിളിക്കാൻ പറ്റുന്ന പ്രായകര അമ്മച്ചി. 70-75 വയസ്സേ ഉള്ളെങ്കിലും നടന്നു വന്ന വഴി വളരെ ഇടുങ്ങിയതായിരുന്നു. മോനെ 10-12 വയസ്സ് എൻ്റെ മോനും 6 വയസ്സ് എൻ്റെ മോക്കും ഉള്ളപ്പോഴാണ് അങ്ങേര് കണ്ണടച്ച് ഈ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും അല്പ കൃഷിസ്ഥലവുമായിട്ട് ഞാൻ ജീവിച്ചു. പക്ഷെ അന്നൊക്കെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആവേശമായിരുന്നു, കർത്താവ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മെച്ചപ്പെട്ട നിലയിൽ വളർത്തിയെടുക്കണം,
അവർക്ക് അപ്പനില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കാൻ പാടില്ല. എന്നോട് പറഞ്ഞു, മോനെ, ജീവിതത്തിൽ ഞാൻ ഒരു സക്സസ്ഫുൾ മദറാണ്. ഒരു സക്സസ്ഫുൾ കുഞ്ഞുങ്ങളെ 2 പേരെ വളർത്തിയെടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ച് അവർക്ക് മക്കളുണ്ടായി, മെച്ചപ്പെട്ടു. 2 ആഴ്ച മുമ്പ് PYPയുടെ ഒരു യോഗത്തിൽ പുള്ളിക്കാരി പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പ്രസംഗം കൂടെ നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഞാൻ ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ കൂടെ പറഞ്ഞു, എനിക്കിനി ഒരൊറ്റ പ്രാർത്ഥനാ വിഷയത്തിനൂടെ മറുപടി കിട്ടാനുള്ളൂ. സ്തോത്രം. അതെന്നാണ് ചോദിച്ചാൽ, എൻ്റെ മകൻ്റെ മകള് 10ാം ക്ലാസ്സിൽ CBSE എക്സാം എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയായി. എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. ആ രാത്രിയിൽ ഞാൻ സ്വസ്ഥമായി ഉറങ്ങി പാസ്റ്ററെ. ഒത്തിരി കണ്ണിന് കരഞ്ഞ ഞാൻ കട്ടിൽ കിടന്നത് ആ രാത്രിയിൽ. മോളെയും കൂടെ അയച്ചു കഴിഞ്ഞപ്പോൾ കരുതിരിഞ്ഞു നോക്കിയപ്പോൾ ഒറ്റയടി പാതകൾ, തരിച്ചുള്ള യാത്രകളിൽ എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ കർത്താവ് കൈ പിടിച്ച് നടത്തി. ഒരാമയും പറഞ്ഞാട്ട്, ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പക്ഷെ എന്നെ ഇന്നലെ വിളിച്ചത് അത് പറയാനായിട്ടല്ല. മകനെ ഉപേക്ഷിക്കാൻ മരുമകള് തീരുമാനമെടുത്ത് വക്കീൽ നോട്ടീസ് അയച്ചു. അത് കൈപ്പറ്റിയിട്ടുള്ള വെപ്രാളത്തിൽ എന്നോട് പറയാ, പാസ്റ്ററെ, ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ ഞാൻ ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ ചെറിയ കാര്യത്തിൽ ഒരു കാര്യം പുരുഷന്മാർ മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്. കാലം മാറി, നിയമബോധം ആളുകൾക്ക് വർദ്ധിച്ചു. അബ്യൂസീവായ പദങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാവരുത്. ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ പറയുന്ന എല്ലാ മോശപ്പെട്ട വാക്കുകളും കേട്ട് മൗനം പാലിച്ച ഒരു കാലഘട്ടം സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾക്ക് തിരിച്ചറിവുണ്ടായി, ഇങ്ങനെയുള്ള അബ്യൂസീവ് വാക്കുകൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചറിയണം. ആണുങ്ങളോട് ഞാൻ പറയാം, കല്യാണം കഴിച്ച് 20-25 കൊല്ലം കഴിഞ്ഞ പാർട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. വക്കീൽ നോട്ടീസ് കൈ കിട്ടിയപ്പോഴാണ് അച്ചായന് തിരിച്ചറിവുണ്ടായത്. 2 അബ്യൂസീവായിട്ടുള്ള രീതി, അടി. 1-2 കാര്യങ്ങൾ വന്ന ഉടനെ എടുത്തിട്ട് അടിച്ചു. 40 ദിവസം മുമ്പ്. ഈ 40 ദിവസം ശാന്തമായിട്ടൊക്കെ ഇരുന്നു. ആരാ പറഞ്ഞത് ഭർത്താവിന് ഭാര്യയെ തല്ലാൻ അനുവാദം ഉണ്ടെന്ന്? ഹലോ, അത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്തില്ല പറഞ്ഞേ. അതുകൊണ്ട് ഗൗരവമായിട്ട് ഞാൻ പറയാം, ഒരു നോട്ടം കൊണ്ടുപോലും ജീവിത പങ്കാളിയെ അപമാനിക്കുവാനോ വാക്കുകൾ കൊണ്ട് ചെറുതാക്കാനോ എന്തിനേറെ കൈക്കരുത്ത് കാണിക്കാനോ ഒരു ഭർത്താവിനും ലോക നിയമം അനുവാദം നൽകിയിട്ടില്ല, ദൈവവചനവും നൽകിയിട്ടില്ല. ഹലോ, നിങ്ങളോട് ഓരോരുത്തരോടുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിൽ ഒരു സ്ത്രീ പോലും ഭർത്താവിൻ്റെ തെറ്റായ വാക്കുകൾ കൊണ്ട് അപമാനിതയാകാൻ പാടില്ല. ഒരു കാരണവശാലും മർദ്ദിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. അങ്ങനെയുള്ളവർക്ക് അത്രമേശ പോലും എടുക്കരുത്. നിങ്ങൾ അയോഗ്യനാണ്. സ്തോത്രം. അതുപോലെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ അച്ചായന് നിങ്ങളുടെ തലയായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പകരം സ്ഥാനാപതിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാവണ്ണം എന്ത് ചെയ്യണം? കർത്താവിന് ഉചിതം. വീട്ടുപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ വേണ്ടടി നമുക്ക് പുറത്തു പോകാൻ അച്ഛാ പോരുന്നില്ല, ഇവിടെ പ്രാർത്ഥിച്ചേ പോകുന്നു. അത് പറഞ്ഞു കേട്ടോ. കർത്താവിന് ഉചിതം സഭായത്ത് നടത്താതെ ടൂറ് പോകുമ്പോൾ ഒക്കത്തില്ലെന്ന് പറയണം. അതാ കർത്താവിന് ഉചിതമാവണ്ണം, കർത്താവിന് ഹിതകരമാവണ്ണം എന്ത് ചെയ്യണം പറഞ്ഞേ. ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ മനസ്സിലായത്, അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ അമ്മമ്മ 2 വാക്ക് പറയും. എന്നിട്ട് 3 ആഴ്ചത്തേക്ക് മിണ്ടാതിരിക്കാം, മൗനം വ്രതം. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു വീട്ടിലാണോ? ഞങ്ങൾ 1 കൊല്ലമായിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. മിണ്ടാറുണ്ടോ? അത്യാവശ്യം ഇൻഫർമേഷൻ പാസിങ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം. ഞാൻ ചോദിച്ചു, സഭായത്തിന് പോകുമ്പോഴോ? എൻ്റെ പാസ്റ്ററെ ഭയങ്കര ഉണർവാ പാസ്റ്ററെ. കാര്യം അച്ചായന് ഉണർവ്, അമ്മാമ്മയ്ക്ക് ഉണർവ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇറങ്ങി നിന്ന് ഞാൻ പറയുക, താഴ്മയോടെ ഞാൻ പറയാം, ആ അമ്മയുടെ നിലവിളിയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇത്രയും നാളും പാസ്റ്ററെ ഞാൻ ജയിച്ചെന്നാ ഞാൻ വിചാരിച്ചത്.
എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ തോപ്പിച്ചു കളഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പറഞ്ഞേ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഇവിടെ നോക്കിക്കോ, ഒരു കൾച്ചർ, ഒരു കൗണ്ടർ കൾച്ചർ. ഇത് സത്യമാണ് കേട്ടോ. ഈ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യത്തിൽ മാറേണ്ടത് വേദപുസ്തക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ആത്മീക സംസ്കാരമല്ല. നമ്മുടെ ആത്മീക സംസ്കാരങ്ങളുടെ മുഴുവൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ? ഹു ഈസ് ദ പേഴ്സൺ? നമ്മുടെ ആത്മീയതയുടെ ഏത് കാലഘട്ടത്തിലാകട്ടെ, അപ്പോസ്തോലിക കാലഘട്ടമാകട്ടെ, ഈ 21ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടമാകട്ടെ, നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെഫറൻസിനുള്ള, അനുകരണത്തിനുള്ള മാതൃക ആരാണ്? ഹലോ, പറഞ്ഞേ. ഇവിടെ ഒന്നോ രണ്ടോ പേരെ പറയുന്നുള്ളൂ. നമ്മൾ ആരെ അനുകരിക്കാനാ ശ്രമിക്കുന്നത്? അബ്രഹാമിനെ അല്ല. അബ്രഹാമിന്റെ വിശ്വാസം അനുകരിക്കാം. ഇസഹാക്കിനെ അല്ല, ഇസഹാക്കിന്റെ ഭയം നമുക്ക് അനുകരിക്കാം. യാക്കോബിനെ അല്ല, യാക്കോബിന്റെ ആ വാരിയർ സ്പിരിറ്റിനെ നിങ്ങൾക്ക് അനുകരിക്കാം. രാമ്യം പറഞ്ഞു. ദാവീദിനെ അല്ല, ദാവീദിന്റെ ആത്മീക ആരാധനകൾ ഒരു പക്ഷെ നമുക്ക് പ്രബോധനം നൽകും. പക്ഷെ ജീവിത ശൈലിയല്ല. നമ്മളുടെ ജീവിതത്തിൽ അനുകരിക്കാവുന്ന ഒരൊറ്റ മാതൃക പുരുഷനുണ്ട്. അത് നസ്രാനായ യേശു ക്രിസ്തുവാ. ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, മാനസിക വ്യാപാരങ്ങളൊക്കെ ക്രൈസ്റ്റ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ്. ക്രിസ്തു ജീവിതത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം. എന്റെ ജീവിതം ക്രിസ്തുവിനെ അനുസൃതമായി രൂപപ്പെടുത്തി എടുക്കുന്നിടത്ത ദൈവനാമം മഹത്വപ്പെടുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറഞ്ഞു തുടങ്ങുകയാ. ദൈവമക്കളെ, ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ മഹത്വം ഏതെന്ന് ചോദിച്ചാൽ അവർ അഭിമാനത്തോടുകൂടെ പറയും, we are the people of the book. ഞങ്ങൾ ന്യായപ്രമാണം ലഭിച്ച ഒരു ജനതയാ. 147 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിന്റെ തൊട്ടുമുകളിലത്തെ വാക്യം ആരെങ്കിലും ഒന്ന് കിക്കായിട്ടൊന്ന് വായിച്ചിട്ട് വേഗത്തിൽ മുന്നോട്ട് വന്നാട്ട്. സാം നമ്പർ 147, 147 നമ്മൾക്ക് അങ്ങനെ ഇന്ന് വായിച്ചതില്ലയോ? 147. യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തി. അടുത്തത് എന്താ? അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അടുത്തെന്താ? അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യഹൂദന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് സകല മതങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ കാലൂന്നി നിൽക്കാൻ പ്രിവിലേജ് കിട്ടിയ ഒരു സമൂഹമാണ് എബ്രായൻ. അവന്റെ ഏറ്റവും വലിയ പെക്യൂലിയാരിറ്റി അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ഗോഡ്ലി പൊസഷൻ എന്ന ദൈവത്തിന്റെ നിക്ഷേപമായി, ദൈവത്തിന്റെ സ്വന്തം ജനതയായി, പ്രമാണമുള്ള ജനതയായിട്ടാണ് ദൈവം അവരെ മാറ്റി നിർത്തിയത്. എന്ന റോമാലേഖന 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ പറയുന്നുണ്ട്, നീ യഹൂദനാണ്, നീ ന്യായപ്രമാണം അറിയാവുന്നവനാണ്, നീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവനാണ്, നീ അന്ധനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നടത്തുന്നവനാ. പക്ഷെ നീ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യുക? പറഞ്ഞേ. നിങ്ങൾ ഒരു മത്ത് പിടിച്ചിരിക്കുന്നത് പോലെയാണല്ലോ. ഈ വാർഷികം ഇന്ന് നടന്നില്ല, അടുത്ത ആഴ്ച നടക്കും. സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണേൽ കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച കൂടെ പ്രാക്ടീസിനുള്ള അവസരം ഉണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി, ഈ ദിവസത്തിൽ, ഈ നിമിഷം ഈ കർത്താവ് വന്നാൽ കൈവിടപ്പെട്ടു പോവരുത് കേട്ടോ. ആത്മീകത ഒരു അഭിനയമല്ല. ആത്മീകത ഞായറാഴ്ച അരമണിക്കൂറുള്ള ഒരു കലാപരിപാടിയല്ല. ആത്മീകത ഒരു വേഷം കെട്ടലല്ല. ആത്മീകത എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു തുരുത്തല്ല. ആത്മീകത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് അനുസൃതമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിയോ, മനസ്സ് തുറന്നോ, ഒരാമയം പറഞ്ഞുകൊണ്ട് പറ, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ, ദൈവം എന്നെ വീണ്ടെടുത്തതാ, കർത്താവിന്റെ ചോര കൊണ്ട് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതാ. ആ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തോത്രം ചൊല്ലിയാട്ട്. ഹല്ലേലൂയ. അപ്പൊ ലൈഫിൽ ആ ഒരു ബോധം ഉണ്ടാകണം. എനിക്കറിയാം നമ്മുടെ ആളുകളൊക്കെ അങ്ങ് മന്ത് പിടിച്ചായിരിക്കുന്നത്. സഭായോഗത്തിൽ, എൻ്റെ സഭയിലെ കാര്യമല്ല, എൻ്റെ സഭയെ ഞാൻ മന്ത് പിടിച്ച് അനുവദിക്കുകയല്ല. നിങ്ങൾ എങ്ങനെയൊക്കെ ഞാൻ ഇളക്കിക്കൊണ്ട് പറയുന്നു. ഇരിക്കുക, വരിക, പോവുക. ഇനി ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അതിന് റെഡിയാന്നാ പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും എന്തല്ല അല്ലേ? പൊന്നു പ്രിയപ്പെട്ടവരെ, വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് പറയുക, 10 കൽപ്പനകളും
അതിനുള്ള അനുബന്ധ വിശദീകരണങ്ങളും എബ്രായന് നൽകിയ അനന്തരം ചോര തളിച്ച് ഉടമ്പടി ചെയ്ത് ഉറപ്പിച്ചവരെ പറഞ്ഞയക്കുമ്പം ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്, ഈ ജനം എൻ്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കും. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആരും ആ പ്രമാണത്തിൽ വിജയിക്കാതിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം ക്രിസ്തു ഈ മണ്ണിൽ ഈ മണ്ണിൽ അവതരിക്കുമ്പോൾ ബേത്ലഹേം മുതൽ ഗോൽഗാഥ വരെയുള്ള അവൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഹിതത്തിനെ ആമേൻ വെളിപ്പെടുത്തലുകളായിരുന്നു. വചനം ജഡമായി തീർന്നെന്ന് ധൈര്യമായി പറയത്തക്ക വിധത്തിൽ അക്ഷരങ്ങൾക്ക് ആൾ രൂപം വന്നു എന്ന്, അക്ഷരങ്ങൾക്ക് ആൾ രൂപം വന്നുവെന്ന് ആർക്കും ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരാളത്വമായിരുന്നു നസ്രയത്തിലെ യേശു ക്രിസ്തു. ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി ഞാൻ ദൈവത്തിന് അഭിമാനത്തോടെ സ്തോത്രം ചെയ്യുക. എൻ്റെ ഒരു ന്യായപ്രമാണത്തിന്റെ വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ മാറ്റിയിട്ടില്ല, മറിച്ചിട്ടില്ല. അതിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളെ കർത്താവ് തിരുത്തിയിട്ടേ ഉള്ളൂ. ജീവിതം കൊണ്ട് കർത്താവ് മാതൃക കാട്ടി. ആ മാന്യ മാതൃകയ്ക്കായി ഒരിക്കൽ കൂടെ കൈകളൊന്ന് ഉയർത്തി ഉച്ചത്തിൽ ആഹ്ലാദത്തോടെ ആരാധന അർപ്പിച്ചാണ്ട് ഹല്ലേലൂയ. ഈ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന് മരണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരുമായി കൂടെ ഇരിക്കുമ്പോൾ പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിനുള്ള രക്തമാണ്. സീനായുടെ അടിവാരത്തിൽ അത് തളിച്ച കാളയുടെ രക്തമല്ല. ഇന്ന് പകൽ എൻ്റെ നിങ്ങളുടെ മേൽ അത് തളിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഒരാമയും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് മക്കളെ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, എടാ സഭായോഗത്തിൽ ഇങ്ങോട്ട് നോക്കി, എടാ ഇച്ചിരി പുറകോട്ടിരുന്ന് നിങ്ങൾ അങ്ങോട്ട് ആയിക്കോട്ടെ, അങ്ങോട്ട് പുറകോട്ടിരുന്നേ, ഇച്ചിരി പുറകോട്ടിരുന്നേ, നിസിക്കുട്ടി അങ്ങോട്ട് പുറകോട്ടിരുന്നേ. ഇതൊക്കെ ആരാ പുള്ളികളെന്നറിയാം, നിങ്ങൾക്ക് കൊണ്ട് കേട്ടോ. നമ്മൾ എന്നാ പറഞ്ഞ അങ്കിള്, സീനായുടെ മലയിൽ ചോര കൊണ്ട് അത് സീൽ ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ പരിശുദ്ധ രക്തം തളിച്ച് ഉറപ്പിച്ച ബന്ധമായതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയൊക്കെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ അറിയാം, ഒരു ചോരയുടെ കറയല്ല, അടയാളം നമ്മുടെ മേലുണ്ട് കേട്ടോ. മോനെ ബിളിമിനെ, നിന്റെ മേലെ ആ നിയമരക്തത്തിൻ്റെ അടയാളമുണ്ട്. മോനെ ജോയിലെ ഇടകുട്ടാ, നിന്റെ മേലെ രക്തത്തിൻ്റെ അടയാളമുണ്ട്. മോനെ നിന്റെ മേലെ ചോരയുടെ അടയാളമുണ്ട്. മോളെ നിന്റെ മേലെ ചോരയുടെ അടയാളമുണ്ട്. നിനക്കതറിയോ? പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, കഷ്ടത വരാഞ്ഞിട്ടല്ല, വെല്ലുവിളികൾ ഉണ്ടാകാഞ്ഞിട്ടല്ല, നിന്നെ എടുത്തെറിയാൻ, കുത്തി തകർക്കാൻ, മറിച്ചിടാൻ, ഇല്ലായ്മ ചെയ്യാൻ, അപ്രൂട്ട് ചെയ്യാൻ, പേര് വെട്ടിക്കളയാൻ ശത്രു ശ്രമിക്കാഞ്ഞിട്ടല്ല, എതിരാളികൾ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഒരു ചോരയുടെ അടയാളം നിന്റെ മേലുണ്ട്, ചോരയുടെ അടയാളം നിന്റെ മേലുണ്ട്. എൻ്റെ മാതാവേ, ചോരയുടെ അടയാളം നിന്റെ മേലുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ജീവിതം അവസാനിച്ചു പോകേണ്ടതാ, പക്ഷെ ചോരയുടെ അടയാളം നിന്റെ മേലുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടയാളമുള്ള ദൈവമക്കൾ തുറന്നു സ്വത്രം പറ. പ്രതികൂലം വരാഞ്ഞിട്ടല്ല, കഷ്ടത വരാഞ്ഞിട്ടല്ല, തീ വരാഞ്ഞിട്ടല്ല, കടലിരമാഞ്ഞിട്ടല്ല, ചോരയുടെ അടയാളമുണ്ട്. ജീസസ്, ജീസസ്. പലരും പതുക്കെ പറഞ്ഞ് മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇവന്റെ മേൽ ജയിക്കത്തില്ല, ഇവളുടെ മേൽ ജയിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ മേൽ വീണ ഒരു ചോരയുടെ അടയാളമുണ്ട്. ആഭിചാരങ്ങളെതിരെ ചെയ്യാഞ്ഞിട്ടല്ല, മന്ത്രവാദങ്ങളെതിരെ വരാഞ്ഞിട്ടല്ല. അവൻ നീ നേരിട്ടതുപോലെ പ്രതികൂലങ്ങൾ മറ്റാരാ നേരിട്ടിരുന്നത്? എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ നീ പിടിച്ചു നിന്നത് മനോരോഗിയാകാതെ, ഡിപ്രഷൻ അടിച്ച് ഒരു മൂലയിൽ അടുത്താതെ ഒരുങ്ങി നിൽക്കാഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവൻ ചോരയുടെ അടയാളമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറുവിലയാ നമ്മൾ ഓരോരുത്തരും. നിന്നെ തൊടുവാൻ ലോകത്തിനൊരു ശക്തിക്കും ആവില്ല കേട്ടോ. ഇന്ന് പകലൊരു ദൂത ദൈവാത്മാവിന്റെ വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുക, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ. ഹല്ലേലൂയ. ചോരയുടെ ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ചർച്ച് മിനിസ്ട്രി എല്ലാം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോയിട്ട് യങ് പാസ്റ്റർമാരെയൊക്കെ ആക്കിയപ്പോൾ അവരോട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു തൻ്റെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയിലെ അധ്യക്ഷന്മാരാണ് നിങ്ങൾ. അപ്പൊ ജനം ആരുടേതാ? യേശുവിൻ്റെതാ. ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ വില നിശ്ചയിക്കുന്നത്
ഇന്റർവ്യൂ ബോർഡല്ല. നമ്മുടെ വില നിശ്ചയിച്ചത് വിലയേറിയ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവാ. ഒരാമയും പറഞ്ഞേ, ഒരാമയും പറഞ്ഞേ, ഒരാമയും പറഞ്ഞേ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വളരെ വിനയത്തോടെ ഞാൻ പറയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ലളിതമായ ജീവിതശൈലിയെ തിരഞ്ഞെടുക്കുകയും അവരുടെ മുടി വെട്ടുന്നതായാലും അവർ പൗഡർ ഇടുന്നതായാലും അവർ ചെരുപ്പിടുന്നതായാലും അവരുടെ എന്തുമായിട്ട് ചെറുത് ഏത് ജീവിതമായാലും അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഭൂമി ജീവിച്ച ആളുകളാണ്. സ്തോത്രം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ വില നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പേരിന് ഇപ്പുറത്തുമൊക്കെ എന്തെല്ലാം ഡിഗ്രികളാ. ഒരു സ്തോത്രം പറഞ്ഞേ. നമുക്ക് തന്നെ പണ്ടാണ് അതിൻ്റെ 3 അക്ക ശമ്പളം അല്ലേ വീട്ടിൽ വായിച്ചേ അല്ലേ, എന്ന് വെച്ചാൽ 1000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. പിന്നെ അത് 4 അക്ക 10,000 ആയി. ഇപ്പൊ 10,000 പോയിട്ട് ലക്ഷങ്ങളുടെ ആനുവൽ പ്രൈസിലോ പാക്കേജുകൾ ജോലി ചെയ്യുന്നവർ എൻ്റെ മുമ്പിലുള്ള ആളുകൾ. നമുക്കിന്ന് വലിയ വീടുകളുണ്ട്, നല്ല കാറുകളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ഒത്തിരി. പക്ഷെ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, അതിനനുസരിച്ച് നമ്മുടെ ആത്മാഭിമാനം വളർന്നിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. സ്വകാര്യമായിട്ട് ചോദിച്ചാൽ, ഞാൻ ഈ പിള്ളേരോടൊക്കെ ചോദിക്കുക, അവർക്ക് അവരെ തന്നെ ഇപ്പം ഇഷ്ടമല്ല. കാര്യം മൂക്കിൻ്റെ ഷെയ്പ്പും കളർ ടോൺ, സ്വത്രം, പിന്നെ തലമുടി വളഞ്ഞതാണ് നേരെയാക്കാൻ നോക്കുന്നു, നേരെയുള്ളത് വളയ്ക്കാൻ നോക്കുന്നു. ഇനി ആ പിരികത്തിൻ്റെ അത് അങ്ങോട്ട് അതിന് പ്രശ്നം, ഇനി നഖത്തിൻ്റെ അത് ഇങ്ങോട്ട് പ്രശ്നം. ഇങ്ങോട്ട് നോക്കി. നമ്മളെ പോലെ മറ്റൊരാളില്ല. മറ്റൊരാളെ വെച്ച് നമ്മളെ അളക്കരുത്. നമ്മളെ പോലെ മറ്റൊരാളില്ല. ഇന്ന് പകൽ നീ നിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആർക്കത് വെളിപ്പെടുത്താൻ നോക്കും? വളരെ വളരെ ഗൗരവത്തോടെ. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മനിയോഗത്തിൽ ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വില നിശ്ചയിക്കുന്നത് എൻ്റെ കൂടെ താമസിക്കുന്നത് എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ സഭക്കാരല്ല. എൻ്റെ വില നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ഞാൻ എൻ്റെ വില നിശ്ചയിക്കുന്ന ഒറ്റ സ്കെയിലേ ഉള്ളൂ. എനിക്ക് വില കൊടുത്തൊരു കർത്താവുണ്ട്. യേശു തൻ്റെ ചോര കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, ഞാൻ അവന് പ്രിയനായി തീർന്നെങ്കിൽ അതിനകത്തൊരു മൂല്യമുണ്ട്. ഒരു കൈ ഉയർത്തി വന്നു സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പെരുമാറ്റങ്ങൾ ഇടപെടലുകളിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ആ മൂല്യം എനിക്കുള്ളതുപോലെ എൻ്റെ അടുത്തിരുന്ന് ആരാധിക്കുന്ന ദൈവവൈതലും ആ മൂല്യമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ടൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ അവരെ വേദനിപ്പിക്കാനോ ചെറുതാക്കാനോ കൊച്ചാക്കാനോ തയ്യാറാകരുത്. അഥവാ ആരെങ്കിലും നമ്മെ കൊച്ചാക്കിയാൽ നമ്മൾ കൊച്ചാകത്തില്ല. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ആ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. ദൈവം കൂടെ നോക്കിക്കേ, നമ്മുടെ മൂല്യം നാം തിരിച്ചറിയുകയാണ്. ആ മൂല്യം നമ്മളിൽ ഉളവാക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അങ്ങനെയാണെങ്കിൽ we have a mission to accomplish. നമുക്കൊരു പർപ്പസ് ഉണ്ട് ജീവിതത്തിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ഞാൻ ശരിക്കും അങ്ങ് വിചാരിച്ചിരുന്നത് മുഴുവൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് കർത്താവിനെ സ്തുതിക്കുന്നതാണെന്നാണ് സത്യമായിട്ട്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സമയം എടുത്ത് കർത്താവേ സ്തോത്രം സ്തുതി. അപ്പോൾ ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ കാര്യവും നടത്തി കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ മതി, കാര്യമൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ സ്തോത്രം എന്നുള്ള കൈക്കൂലി കൊടുത്ത് കാര്യമൊക്കെ എന്ത് ചെയ്യാം? അയ്യോ, അങ്ങനെ ഞാൻ ഒത്തിരി സ്തോത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കൈക്കൂലി കൊടുത്തിട്ടാണ്. പിന്നെ എനിക്ക് മനസ്സിലായത്, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും കർത്താവ് മഴയും മഞ്ഞും അല്ലേ. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം അതൊക്കെ ബൈബിളിലെ വാക്യമാണ് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ എനിക്കത് പാസ്സൊക്കെ വെളിപ്പാടല്ല, ബൈബിളിലെ വാക്യങ്ങളാണ്. ദാറ്റ് ഗുഡ്നെസ് ദാറ്റ് ലീഡ്സ് ടു റിപ്പൻറ്റൻസ്. ആരോഗ്യമുള്ള ശരീരം തന്നതിന് സ്തോത്രം. മെയ് മാസം 26 സഭായത്തെ വരുവാൻ കൃപ കിട്ടിയതിന് സ്തോത്രം. ജോലി കിട്ടിയതിന് സ്തോത്രം. തലമുറ കിട്ടിയതിന് സ്തോത്രം. ഓ ഹല്ലേലൂയ വരുന്നില്ല. എനിക്ക് നല്ല കുടുംബത്തെ കിട്ടിയതിന് സ്തോത്രം. നല്ല ചർച്ച കിട്ടിയതിന് സ്തോത്രം. നല്ലൊരു ഹോളി വന്നിരിക്കാൻ കൃപ കിട്ടിയതിന് സ്തോത്രം. ഓ സ്തോത്രം വരുന്നില്ലേ? നല്ലൊരു പാസ്റ്ററെ കിട്ടിയതിന് സ്തോത്രം. ചിരിക്കാനല്ലേ പറഞ്ഞ സ്തോത്രം വരാൻ. ഹലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ മഹത്വം അർപ്പിക്കണം. പക്ഷെ ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിന്റെ അത്ഭുതത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക എന്ന് പറയുന്നത് ചർച്ചിൻ്റെ അകത്തിരുന്ന് സ്തോത്രം പറയുന്നത് അല്ല.
അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ആണ് 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും എന്ത് ചെയ്യണമെന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും എന്താ വായിക്കുന്നേ? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് എന്ത് ചെയ്യണം? ബിഹേവ്. ഒരാമയും പറഞ്ഞേ, പ്രസംഗിക്കാനല്ല പറഞ്ഞ്, നമ്മളെ കണ്ടു നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ നടുവില്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കോളേജില്, നിന്റെ സ്കൂളില്, നമ്മൾ നിരത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരാമയും വരുന്നില്ല. ഒരു സ്വതന്ത്രം ഒരാമയും പറഞ്ഞേ, നമ്മളെ മോശക്കാരാണെന്ന് ആളുകൾ വിധി പറയുന്നവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം വായിക്കുന്നത്? വി ഹാവ് ടു ബിഹേവ് ഇൻ ആൻ ഓണറബിൾ മാനർ. അതേ, ഒരു വ്യത്യസ്തതയോടുകൂടെ പെരുമാറാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരാമയും പറഞ്ഞേ, പ്രസംഗങ്ങൾക്ക് മനുഷ്യരൂപം കൈവരിക്കപ്പെടുമ്പോഴാണ് ആളുകൾ ദൈവത്തിങ്കിലേക്ക് നയിക്കപ്പെടുന്നതെന്ന് ഓർക്കണം. നമ്മുടെ വാക്കുകളുടെ കരവിരുതിലല്ല, നിഷേധിക്കാനൊക്കാത്ത ജീവിത സാക്ഷ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ദുഷിക്കുന്നവൻ ദൈവത്തിന് സ്തോത്രം പറയുന്ന നിമിത്തം. ഒരാമയും പറയാവോ? ശകാരത്തിന് പകരം എന്ത് ചെയ്യരുത്? ശകാരം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ബിഹേവ് കർത്താവിനെ അനുസരിച്ച്. അപ്പം നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് നാം ആരെയാണ് അനുകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കർത്താവായ യേശുക്രിസ്തുവിനെ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഒരാമയും പറഞ്ഞേ, ഏത് കാലഘട്ടത്തിലും എനിക്ക് അനുകരിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, അതൻ നമ്മുടെ ആരാധ്യനായ ക്രിസ്തുയേശുവാണ്. ഒരാമയും പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു സമയമായി കേട്ടോ. മറ്റുള്ളവരൊക്കെ പറഞ്ഞതും കേട്ടതും ഒക്കെ നെഞ്ചിൻ്റെ അകത്ത് കൊണ്ട് നടക്കാതെ സുവിശേഷം ആഴത്തിൽ ഒന്ന് വായിച്ച് ധ്യാനിച്ച് കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത വിധം ഒന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ആ കർത്താവ് നടന്ന പാതയിൽ കാലുകൾ എടുത്തു വെക്കാൻ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിളിക്കുക. ഹല്ലേലൂയ. നമ്മുടെ മാതൃകാ പുരുഷൻ നമ്മുടെ അപ്പനല്ല, അമ്മയല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, സഭാ ശുശ്രൂഷകനല്ല. നമുക്കൊരൊറ്റ മാതൃകയുള്ളൂ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവ. ഇന്ന് പകൽ ആ ഒരു വിളിയാ ദൈവം നമുക്ക് തരുന്നത്. യേശുവിനെ പോലെ ജീവിക്കാനാ ദൈവം നമ്മെ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ബിഹേവ് വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വകയല്ല, അല്ലേ? നാം വായിക്കുന്നുണ്ട്, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയ, രാജകീയ പുരോഹിത വർഗമാ, വിശുദ്ധ ജനമാ, സ്വന്ത, അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്തുണ്ട്? യു ഹാവ് an honor. You are not yours. You belongs to the master, your redeemer. യേശുക്രിസ്തു കേവലം റിവീലർ മാത്രമല്ല, he is the redeemer. ഒരാമയും പറഞ്ഞേ, കുറെ സത്യം പറഞ്ഞേച്ച് പോവുമല്ലായിരുന്നു, തൻ്റെ ചോര കൊടുത്ത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാ. എത്ര പേർക്ക് നെഞ്ചത്ത് കൈയൊന്നും വെക്കണ്ട, മനസ്സുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ എൻ്റേതല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെതാ. ഹലോ. ഈ മെയ് മാസം 26-ാം തീയതി 4ാമത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുക. ഞാൻ ഈ മണ്ണിൽ ജീവിക്കുന്നു, എൻ്റെ കൂടെ വലത്തോ ഇടത്തോ ഒത്തിരി പേരുണ്ടെന്നൊന്നും വരുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കൈ പിടിച്ചെന്നെ നടത്തുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ച മാത്രമല്ല, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ അവൻ എന്നെ കണ്ടതാ. ഇന്ന് വരെ കൈ പിടിച്ച് നടത്തുന്നത് അവനാ. അവൻ ഏകാന്തത എനിക്ക് പരിചയമില്ല. കാരണം എന്താ? എൻ്റെ എല്ലാ ഏകാന്തതകളും അവൻ എന്നോട് കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം എന്നെ കൈവിടുന്നില്ല. എത്ര പേർക്ക് എന്നോട് ചേർന്ന് രാമയം പറയാൻ ഒക്കും? കാമൻ, ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും അവന്റെ അദൃശ്യമായ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. I belongs to the king. I belongs to my redeemer. ഞാൻ എൻ്റെ യജമാനന്റെ വകയാ, ഞാൻ എൻ്റെ കർത്താവിന്റെ വകയാ. എല്ലാ ദൈവമക്കളൊന്ന് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് കൂടെ ഉണ്ട്. അവൻ എൻ്റെ കൈക്ക് പിടിച്ചെന്നെ നടത്തുക. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലും
തീരും വരെ അവൻ എന്നോടുള്ള ബന്ധം വിട്ടുകളയുന്ന ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യുക. ഓ, നീ തനിച്ചാണെന്ന് ലോകം പറയുമ്പോൾ നീ തിരിച്ചു പറ, നീ തനിച്ചല്ല, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, അവൻ എന്നെ തനിച്ച് വിടത്തില്ല. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, the God who is with us, അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഒരു നിമിഷം കൈയൊന്ന് തട്ടി ദൈവത്തിനൊന്ന് സ്തോത്രം പറ. നീ ഒറ്റയ്ക്കല്ലെന്ന് ദൈവ സാന്നിധ്യം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. പാരക്ലീറ്റോസ്, the Holy Ghost is with you. ദൈവാത്മാവ് നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് മകളെ കൈയൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ. നമ്മളിവിടെ ഒരു പരദേശികളാണ്, നാം ഇവിടെ പ്രവാസികളാണ്, വന്നു പാർക്കുന്നവരാണ്. ആമേൻ. നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല, നമ്മുടെ സ്വന്തം ഭവനം ഇവിടെയല്ല. ഒരു നിത്യത മുഴുവൻ നമുക്കായി കാത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഓ, നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ അല്ല, ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ടാ വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. ഒരു നിമിഷം എല്ലാ കണ്ണും മനസ്സും ഒന്ന് അടച്ച് ഏകാഗ്രതയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ തുടക്കം ഒരു വിശ്വാസത്തിൽ നിന്നാ. ഓ, ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത് തിരിച്ചറിയുന്ന വിശ്വാസം. എനിക്ക് പകരം യേശു യാഗമായി തീർന്നെന്നുള്ള ആ അവബോധത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു വിശ്വാസം. യേശുവിന്റെ രക്തം എന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി തീർന്നെന്നുള്ള വിശ്വാസം. ഇന്ന് പകൽ അത് അനുഭവിക്കുന്നവരാ എന്റെ മുമ്പിലുള്ളവരൊക്കെ ഒരു നിമിഷം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. യെസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്തിൽ ഇന്ന് പകൽ ഞാൻ ശക്തമായി വിളിച്ചു പറയുക. ആമേൻ. നിന്റെ മേൽ ഒരു പാരമ്പര്യത്തിന്റെ ബന്ധനത്തിനും സ്വാധീനം ചെലുത്താനാവില്ല. ഒരു പാരമ്പര്യത്തിന്റെ കടത്തിനും നിന്നെ അടിമപ്പെടുത്താനാകില്ല. ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് നീ ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞോണം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി കടക്കാർ തലമുറയെ കൊണ്ടുപോകാൻ വന്നപ്പോ എന്താ ഇവിടെ വന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രവാചക, നിനക്കറിയാമല്ലോ എന്റെ അച്ഛൻ നിന്റെ ശിഷ്യൻ ഭക്തരാ ജീവിച്ച ആളാ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, അപ്പന്റെ ഭക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിലല്ല, യേശുവിന്റെ രക്തത്തിന്റെ പിൻബലത്തിലാണ് നീ സ്തോത്രം പറയുന്നത്. ഇന്ന് പകൽ ആരാധിച്ചോ, നീ സ്തോത്രം ചെയ്തോ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. നിന്നെ ബന്ധിക്കാൻ ഒരു ശക്തിക്കുമാകില്ല. നിന്നെ തടയാൻ, നിന്റെ മുന്നേറ്റത്തെ തടയാൻ, നിന്റെ കുതിപ്പിനെ തടയാൻ, നിന്റെ ഉയർച്ചയെ തടയാൻ, നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗജന്യമായി നീതീകരിക്കപ്പെട്ടവർ സൗജന്യമായി ശുദ്ധീകരിക്കപ്പെടുകയാ. കഷ്ടതകളുണ്ട് ഈ യാത്രയിൽ, പക്ഷെ കൈവിടാതൊരു കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് നീ നേരിടുന്ന പ്രതികൂലങ്ങൾ യാദർച്ഛികമല്ല. നിന്റെ വിശ്വാസത്തെ കുറച്ചുകൂടെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കാൻ ഒരു വിമാനം റൺവേയിൽ കൂടുതൽ ദൂരത്തിൽ ഓടുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്, കൂടുതൽ ഉയരത്തിൽ അത് പറക്കാനുള്ളതാ. ഇന്ന് പകൽ തിരിച്ചറിയണം, കർത്താവ്, എന്ന് ഈ പ്രതികൂലം തീരുവെന്ന് നീ നിരാശപ്പെടരുത്. ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ ഒരു വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുകയാ. 430 വർഷം ഒരു തലമുറ, 70 വർഷം വേറൊരു തലമുറ. എന്നാൽ ഇന്ന് പകൽക്കാലം കേവലം 40 ദിവസമേ എൻ്റെ കർത്താവ് മരുഭൂമിയിൽ നിന്നിട്ടുള്ളൂ. അങ്ങനെ ഓർക്കണം, 400 എവിടെ കിടക്കുന്നു, 70 എവിടെ കിടക്കുന്നു, 40 എവിടെ കിടക്കുന്നു. ഇന്ന് പകൽ നിനക്കും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. ഒരു മുതൽ മുടക്കിയ കർത്താവ് കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയുക. ദൂത് നീ ഏറ്റെടുത്തോ. നിർജ്ജന പ്രദേശത്ത് ഒരു മൂങ്ങായ പോലെ തനിച്ചിരിക്കാനല്ലെന്ന്, ഉയരെ പറക്കത്തക്ക വിധത്തിൽ ഒരു കഴുകൻ ഉയരെ പറക്കുന്നത് പോലെ പറക്കാൻ എൻ്റെ ദൈവം നിന്നെ കണ്ടിരിക്കുക. നീ രാജസന്തതിയാന്ന്. യേശുവിന്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, ഒരു അനോയിന്റിംഗ് ഉണ്ട്. Hallelujah. The right belief
ശരിയായ വിശ്വാസം, the right belongingness, ശരിയായ ചേർന്ന് നിൽക്കൽ, the right behaviorലേക്കാണ് കൊണ്ടുപോകുന്നേ. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ മേശയിലേക്ക് കൈ നീട്ടാൻ പോവാ. മുഴങ്കാൽ മേലിപ്പാൻ പ്രാർത്ഥനയുള്ളവർക്ക് മുഴങ്കാൽ പിടിക്കാം. മോനെ സ്റ്റീവേ, മുന്നോട്ട് പോകാൻ മോനെ. കർത്തൃമേശയ്ക്ക് വേണ്ടി നമുക്ക് പാടാം. എല്ലാ കണ്ണും മനസ്സും ഏകാഗ്രമാകട്ടെ. ഒരുമിച്ചൊന്ന് പാടാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ ആത്മാർത്ഥമായിട്ട് പോകുവാൻ, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, ഓ ആശയോടേശുവേ ഞാൻ, ഓ ജീവബലിയായി നൽകുന്നേ. ഓ ആശയോടേശുവേ അങ്ങേ, ഓ ജീവബലിയായി നൽകുന്നേ. ഓ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ നിന്റെ ദാസർക്ക് ഓ ജീവഹേതത്തെ നീ കാട്ടുക. കർത്താവേ,